നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നൊരു ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ വീട്ടിലെ തൊടിയിൽ നിന്നെടുത്ത് ഒരു പഴം വെച്ചിട്ടാണ്. അപ്പോൾ എന്താണെന്നുള്ളത് അറിയോ? ആ കാണുന്നതാണ് സംഭവം. ഞങ്ങളിവിടെ ഇതിനെ ആത്തച്ചക്ക എന്ന് പറയും, സീതപ്പഴം എന്ന് പറയുന്നതും കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിൽ നിങ്ങളിതിന് എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്കറിയാമല്ലോ ഓരോ സ്ഥലത്തും എന്താ പറയാമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പം നല്ലൊരു പഴുത്ത അത്തച്ചക്കയാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു തണ്ട് ഉണ്ടല്ലോ, അത് നല്ല ശക്തിയായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളതിങ്ങനെ തിരിച്ചിട്ട് എടുക്കുക ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കത്തി വെച്ചിട്ടോ, നല്ല പഴുത്താണെങ്കിൽ കൈ വെച്ച് തന്നെ കിട്ടും. നമുക്കിങ്ങനെ രണ്ടായിട്ട് എടുക്കാം. ഇത് കണ്ടോ, നല്ലോണം കുരു ഉണ്ട് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ തൊലിയിൽ നിന്ന് കാമ്പെല്ലാം അടർത്തിയെടുക്കും. ഒരു സ്പൂണ് വെച്ചോ മറ്റോ എടുത്താൽ മതി. അപ്പോൾ ഈ കുരുവിൻ്റെ ആ പാട്ടൊക്കെ മാറ്റിക്കഴിഞ്ഞാലും തൊലിയിനോട് ചേർത്ത് നല്ല കാമ്പുണ്ടാവും. അതിന് നല്ല ടേസ്റ്റാണ് ശരിക്കും. അപ്പോൾ അതും കൂടി ചേർത്ത് നമ്മൾ എടുക്കണം. കണ്ടോ, തൊലി ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. കഴിഞ്ഞാൽ എല്ലാം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ കുരു കളയാൻ വേണ്ടിയിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ചിട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുമിച്ച് അടിച്ചെടുത്ത് അരിച്ചാലും മതി. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ കുരുത ഇങ്ങനെ എളുപ്പം നമുക്ക് പോക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം നമുക്ക് എല്ലാ കുരുവും കളയാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുരു എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്, കാമ്പ് വേറെ ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പാടാണെന്നാലും അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുരു കളയാൻ വേണ്ടി എടുത്ത ആ മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഈ ഒരു പൾപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കിനി 2 ഏലക്ക തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്കിനി 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, ഞാനിവിടെ ഏതാണ്ടൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ 2 ഗ്ലാസ് പാല് ചേർക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആത്തച്ചക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. ഞാൻ പറഞ്ഞാൽ കുരു കളയുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ആത്തച്ചക്ക കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.